ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ക്ലിപ്പിംഗ് സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോംസ് വരയ്ക്കാം, അതേപോലെ തന്നെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ വരയ്ക്കാം, അതേപോലെ തന്നെ സർക്യൂട്ട് തന്നു കഴിഞ്ഞാൽ വേവ് ഫോംസ് തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ക്ലിപ്പിംഗ് സർക്യൂട്ട്സിൻ്റെ വേവ് ഫോം വരയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ക്ലിപ്പേഴ്സിനെ പറ്റിയിട്ട് അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് ക്ലിപ്പേഴ്സ് ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് കണ്ടന്റിലേക്ക് പോവാം. സോ ഫസ്റ്റ് സർക്യൂട്ട് ഇതാണ്. ഞാൻ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, പോസിറ്റീവ് ക്ലിപ്പിംഗ് അറ്റ് +3 വോൾട്ടേജ് തന്നിട്ടുണ്ട്. ബട്ട് അത് നോക്കാതെ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഇതിൽ ഏതാണ് നമ്മുടെ ക്ലിപ്പർ, അതായത് പോസിറ്റീവ് ക്ലിപ്പർ ആണോ നെഗറ്റീവ് ക്ലിപ്പർ ആണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. സോ ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു ഏത് ക്ലിപ്പർ ആണെന്നുള്ളത്. ഓക്കെ, സോ ഈ ഫസ്റ്റ് സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ ഒരു റെസിസ്റ്ററും ഒരു ഡയോഡും മാത്രം നോക്കാം. വോൾട്ടേജ് സോഴ്സിനെ പറ്റി നമ്മളിപ്പോൾ മൈൻഡ് ചെയ്യേണ്ട. ഓക്കെ, സോ ഇതായിരിക്കും നമ്മുടെ സർക്യൂട്ട്. നമ്മൾ ഇതിൽ എങ്ങനെയാണ് എക്സ്പ്ലനേഷൻ പറയാറ്? ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണെങ്കിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യും. ഡയോഡ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അത് ഷോർട്ട് സർക്യൂട്ടാണ്. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. ഫോർവേഡ് ബയസ് ആകുമ്പോൾ ഔട്ട്പുട്ട് വി ഔട്ട് എന്ന് പറയുന്നത് 0 ആണ്. ഫോർവേഡ് ബയസ് എപ്പോഴാണ് ആവുന്നത്? പോസിറ്റീവ് ഹാഫ് സൈക്കിളിലാണ്. ഓക്കെ, സോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണ്. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് കട്ടായി പോകുന്നത് അല്ലേ. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. സോ ഇത് ഏത് ക്ലിപ്പറാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി? പോസിറ്റീവ് ക്ലിപ്പറാണ്. ഓക്കെ, സോ നമ്മളെ മൈൻഡിൽ വേണ്ടത് ഇത് ഏത് ക്ലിപ്പറാണെന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഇനി നോക്കാം. നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ഏതാണ് ക്ലിപ്പർ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തു, പോസിറ്റീവ് ക്ലിപ്പർ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. സോ അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? ഇൻപുട്ട് വേവ് ഫോം വരയ്ക്കുന്നു. ഒരു ഇൻപുട്ട് വേവ് ഫോം എന്താണോ അത് നമ്മൾ വരച്ചു നോക്കാം സിമ്പിളായിട്ട്. ഇതാണ് ഇതിൻ്റെ പീക്ക് എന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇതിൻ്റെ പീക്ക് സപ്പോസ് 20 വോൾട്ട് പീക്കാണ് നമുക്ക് തന്നത്. സോ ഇവിടെ 20 വോൾട്ട് പീക്ക് ടു പീക്കാണ് തന്നിരിക്കുന്നത്. സോ ഇവിടുത്തെ പീക്ക് വരിക 10 വോൾട്ട് ആണ്. കാരണം 20 വോൾട്ട് പീക്ക് ടു പീക്കാണ്. ഈ പീക്ക് മുതൽ ഈ പീക്ക് വരെയുള്ളതാണ് 20 വോൾട്ട് പീക്ക് എന്ന് പറയുന്നത്. സോ ഇതെന്തായിരിക്കും? 10 ആയിരിക്കും ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഈ വോൾട്ടേജ് സോഴ്സിൻ്റെ പൊളാരിറ്റി നോക്കുക. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവാണ്. സോ +3 വോൾട്ടേജ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ +3 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു ഡോട്ടഡ് ലൈൻ വെച്ചിട്ട് ഒരു മാർക്ക് കൊടുക്കുക. +3ൽ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, അത്രയും നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ഏത് ക്ലിപ്പറാണെന്ന് നമുക്കറിയാലോ. പോസിറ്റീവ് ക്ലിപ്പർ ആണെന്ന് അറിയാം. അപ്പോൾ പോസിറ്റീവ് ക്ലിപ്പർ ആയതുകൊണ്ട് തന്നെ പോസിറ്റീവ് പാർട്ടാണ് കട്ട് ചെയ്യുക അല്ലേ. പോസിറ്റീവ് പാർട്ടാണ് കട്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലൈന് വരച്ചതിന് മുകളിലുള്ള പോർഷൻ, അതായത് ഇതാണ് നമ്മുടെ ഡോട്ടഡ് ലൈൻ അല്ലേ. നമ്മുടെ ഡോട്ടഡ് ലൈൻ ഇതാണ്. ഇതിന് മുകളിലുള്ള പോർഷൻസ് കട്ടായി പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. ഇത്രയും പോർഷൻ. ഓക്കെ, അതായത് +3ക്ക് മുകളിലുള്ള എല്ലാ വോൾട്ടേജുകളും കട്ടായി പോകും. അതായത് +3ക്ക് മുകളിലുള്ള സിഗ്നൽ കട്ടായി പോകും. ഓക്കെ, സോ ഇത്രയും പാർട്ട് കട്ടായി പോകും. അതിനുശേഷം നമുക്ക്, അല്ലെങ്കിൽ അത് കട്ടായതായിട്ട് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ അല്ലെങ്കിൽ നമ്മളെ വരയ്ക്കുമ്പോൾ എന്താണ് കിട്ടുക? ഈ ഒരു വേവ് ഫോം ആയിരിക്കും അല്ലേ. ഇങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. +3ക്ക് മുകളിലുള്ള വേവ് ഫോംസ് എല്ലാം കട്ടായിട്ട്, അതായത് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇത് +3 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാം. അതാണ് നമ്മുടെ ഔട്ട്പുട്ട് വേവ് ഫോം. കാരണം എന്താ? പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെ പാർട്ടാണ് കട്ടാവുക. അപ്പോൾ പോസിറ്റീവ് പാർട്ട് കട്ടാവും മീൻസ് ഈ +3ക്ക് മുകളിലുള്ള. ഇപ്പോൾ നമ്മൾ വോൾട്ടേജ് സോഴ്സ് ഒന്നും കൊടുത്തില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, സപ്പോസ് വോൾട്ടേജ് സോഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് എന്തായിരുന്നു?
പോസിറ്റീവ് പാർട്ട് ഇതാണ് നമ്മുടെ ഇൻപുട്ട് എങ്കിൽ ഈ പാർട്ട് കംപ്ലീറ്റ് അങ്ങോട്ട് പോവുക ചെയ്യാം അല്ലേ. പോസിറ്റീവ് പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് പോകും, കാരണം വോൾട്ടേജ് സോഴ്സ് ഒന്നുമില്ല. ഇവിടെ ആണെങ്കിൽ +3 ലെവലിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ +3 വോൾട്ടേജ് മാർക്ക് ചെയ്തിട്ട് അതിന് മുകളിലുള്ള കട്ടായി പോകും. ഇവിടെ 0 ആണെങ്കിൽ 0ക്ക് മുകളിലുള്ള കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തു. ഇവിടെ +3 ആണ്, +3ക്ക് മുകളിലുള്ള. ഇപ്പൊ ഇത് ഞാൻ വരച്ചിരിക്കുന്നത് ഐഡിയൽ കേസാണ്. ഓക്കെ, അതിന് കൂടെ നമ്മൾ പ്രാക്ടിക്കൽ കേസ് കൂടി നമ്മൾ ഒന്ന് കൺസിഡർ ചെയ്യാം. പ്രാക്ടിക്കൽ കേസ് ആകുമ്പോൾ എന്താണ്, ഇവിടെ ഡയോഡിന്റെ ഡ്രോപ്പ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ എന്താ ഡയോഡിന്റെ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുമ്പം +- എന്നാണ് മാർക്ക് ചെയ്യുക. ഡയോഡിന്റെ നമ്മൾ 0.6 അല്ലെങ്കിൽ 0.7 വോൾട്ടേജ് ആണ് ഇതിന്റെ ഡ്രോപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യുക. സിലിക്കൺ ആണെങ്കിൽ 0.6 ഓർ 0.7, ജർമ്മനി ആണെങ്കിൽ 0.3. ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ് 0.6 കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താണ് സെല്ലിന്റെ പൊട്ടൻഷ്യൽ പൊളാരിറ്റി നോക്കുക, പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്. സോ ഒരു സെല്ല് അടുത്തൊരു സെല്ല്, ഇത് രണ്ടും സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത എഫക്റ്റ് ആണ് ഉണ്ടാവുക. സോ ടോട്ടലായിട്ട് നമുക്ക് എന്താണ് കിട്ടുക, 3.6 വോൾട്ടേജ് ആണ് അല്ലേ. പോസിറ്റീവ് 3.6 വോൾട്ട്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് കട്ടാവുക? അപ്പോൾ ഐഡിയൽ കേസിന് പകരം പ്രാക്ടിക്കൽ കേസ് ആണെങ്കിൽ ഇവിടെ 3.6ലാണ് കട്ടാവുക. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി, 3.6 മാർക്ക് ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ പ്രാക്ടിക്കൽ കേസിൽ 3 ആണെങ്കിൽ, ഐഡിയൽ കേസ് 3 ആണെങ്കിൽ പ്രാക്ടിക്കൽ കേസിൽ എന്താവും, 3.6 വോൾട്ടേജ് ആവും, 3.6 വോൾട്ടേജ് ആവും. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ ചെയ്തെന്താണ്, ഈ പോസിറ്റീവ് പാർട്ടായിട്ടുള്ള ഇത്രയും പോർഷൻസ്, 3ക്ക് മുകളിലുള്ള ഇത്രയും പോർഷൻസ് കട്ടാക്കി വരച്ചു, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇതിന് മുകളിൽ 3ക്ക് മുകളിൽ പോകുന്ന പോർഷൻസ് കട്ടാക്കി വരച്ചു. കാരണം എന്താണ്, പോസിറ്റീവ് ഹാഫ് സൈക്കിളിലാണ് കട്ട് ചെയ്യേണ്ടത്, പോസിറ്റീവ് പാർട്ടിനാണ് കട്ട് ചെയ്യേണ്ടത്. സോ ഈ രീതിയിൽ വരയ്ക്കാം. ഓക്കെ, ദെൻ അടുത്തതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വോൾട്ടേജ് പൊളാരിറ്റി നമ്മൾ മാറ്റുന്നു, -3 എന്നുള്ള രീതിയിലാവും. ഇവിടെയാണെങ്കിൽ -+ എന്നുള്ള രീതിയിലാവും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പൊളാരിറ്റി ഈ വോൾട്ടേജ് സോഴ്സ് ഇല്ല എങ്കിൽ ഇതെന്താണ്, പോസിറ്റീവ് ക്ലിപ്പർ തന്നെയാണ് അല്ലെ, പോസിറ്റീവ് ക്ലിപ്പർ തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്തു, വോൾട്ടേജ് ലെവൽ നമ്മൾ മാറ്റി, -3 വോൾട്ടേജ് ആക്കി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, വീണ്ടും അഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇൻപുട്ട് വേവ് ഫോം വരയ്ക്കുക. ഓക്കെ, ഇൻപുട്ട് വേവ് ഫോം വരച്ചതിന് ശേഷം -3 എന്ന് പറയുന്ന വോൾട്ടേജ്, ഞാൻ ഐഡിയലാണ് എടുക്കുന്നത്, -3 വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. ഓക്കെ, -3 എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യുക. എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോസിറ്റീവ് ക്ലിപ്പറാണ് അല്ലേ, പോസിറ്റീവ് പാർട്ടാണ് കട്ടാവുക. അപ്പോൾ ഈ -3ക്ക് മുകളിലുള്ള പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് കട്ടായി പോകും. ഓക്കെ, -3ക്ക് മുകളിലുള്ള പാർട്ടുകൾ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തു പോകും. ഓക്കെ, നമ്മൾ നേരത്തെ +3 ആയിരുന്നു വരച്ചത്, അപ്പോൾ +3ക്ക് മുകളിലുള്ള, ഇവിടെ -3 ആണ്, അപ്പോൾ -3ക്ക് മുകളിലുള്ള. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, നമ്മൾ നേരത്തെ വരച്ച പോലെ ഇങ്ങനെ പോസിറ്റീവ് പാർട്ട് കട്ടായത് കാണിച്ചു അല്ലേ. ഇവിടെയാണെങ്കിൽ ഇത്രയും പോസിറ്റീവ് പാർട്ട് കട്ടാവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഓക്കെ, ഈ രീതിയിലാണ് നമുക്ക് കിട്ടുക. ഈ രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് വേവ് ഫോം കിട്ടും. ഓക്കെ, പോസിറ്റീവ് പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് കട്ടാവും, അതിൻ്റെ കൂടെ -3 വോൾട്ടേജ് വരെയുള്ള സിഗ്നൽ കൂടി കട്ടാവും. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വേവ് ഫോം. ഓക്കെ, -3ക്ക് മുകളിലുള്ള പോർഷൻസ് ഒക്കെ കട്ടാവും. ഇനി ഇത് നമ്മൾ പ്രാക്ടിക്കൽ കേസ് ആക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, പ്രാക്ടിക്കൽ കേസ് ആണെങ്കിൽ ഇവിടെ നമ്മൾ വോൾട്ടേജ് പൊളാരിറ്റി നോക്കുക, പോസിറ്റീവ് നെഗറ്റീവ്, നെഗറ്റീവ് പോസിറ്റീവ് ആണ്. സോ ഇവിടുത്തെ ഡ്രോപ്പ് 0.6 വോൾട്ടേജ് ആണ്, ഇവിടുത്തെ 3 വോൾട്ടേജ് ആണ്. അപ്പോൾ +ആണ് ഇവിടെ ഉള്ളത്, ഇവിടെ ആണെങ്കിൽ +- ആണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആഡ് ചെയ്യാൻ പറ്റില്ല, പകരം എന്താണ് മൈനസ് ചെയ്തു അല്ലേ. സോ 2.4 വോൾട്ടേജ് ആയിരിക്കും കിട്ടുക, -2.4 വോൾട്ടേജ്. അപ്പോൾ ഇവിടെ 3ക്ക് വരെ എന്ത് മാർക്ക് ചെയ്യണം, -2.4 വോൾട്ടേജ്. ഓക്കെ, ഇത് ഐഡിയൽ കേസ് ആണ്. ഇതാണെങ്കിൽ
-2.4 എന്ന് പറയുന്നത് എന്താണ്, പ്രാക്ടിക്കൽ കേസാണ്. ബാക്കിയൊക്കെ സെയിം തന്നെ. അപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്നത് എന്താണ്, ഈ -3ക്ക് മുകളിലുള്ള പാർട്ടുകളൊക്കെ കട്ടായി പോകും. അപ്പോൾ ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ വോൾട്ടേജ് സോഴ്സിലുള്ള വ്യത്യാസം വരുമ്പം എന്താണ് വേവ് ഫോമിൽ മാറ്റം വരുന്നതെന്നുള്ളത് ഞാനൊരു സിമുലേഷൻ്റെ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും. സോ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതൊരു പോസിറ്റീവ് ക്ലിപ്പറാണ്. പോസിറ്റീവ് ക്ലിപ്പറാണ്. നിങ്ങൾക്ക് എലിമെൻ്റ് ആയിട്ടുള്ള ഡയോഡ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇവിടെ കാണാം. ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത് -8 മുതൽ +8 വരെ മാറ്റാൻ പറ്റുന്ന അല്ലെങ്കിൽ വേരി ചെയ്യിക്കാൻ പറ്റുന്ന ഒരു വോൾട്ടേജ് സോഴ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കിയാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാവും. ഓക്കെ, സോ ഞാൻ അതിൻ്റെ സിമുലേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് -8 വോൾട്ടേജ് ആണ്. ഓക്കെ, -8 വോൾട്ടേജ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും -8 വോൾട്ടേജ് ആണ്. അപ്പോൾ -8 വരുന്ന സമയത്ത് നമ്മൾ ഔട്ട്പുട്ട് നോക്കുക. ഈ -8 അതായത് ഇതിൻ്റെ ടൈം പെർ ഡിവിഷൻ എന്ന് പറയുന്നത് ഇവിടത്തേക്ക് 5 വോൾട്ടേജ് ആണ്, ഇവിടത്തേക്ക് 10 വോൾട്ടേജ് ആണ്. ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 10 വോൾട്ടേജ് ആണ്. അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്, 10 വോൾട്ട് പീക്ക്. ഇതാണ് നമ്മൾ ഔട്ട്പുട്ട് വേവ് ഫോം. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്നതാണ് ഔട്ട്പുട്ട് വേവ് ഫോം. ഔട്ട്പുട്ട് വേവ് ഫോം നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 8 വോൾട്ടേജിൽ, അതായത് 8 വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കൽ കേസ് ആകുന്ന സമയത്ത് ഈ 0.6 വോൾട്ടേജ് കൂടി കൺസിഡർ ചെയ്യണം, ഡയോഡിൻ്റെ 0.6 കൂടി കൺസിഡർ ചെയ്യണം. അപ്പോൾ ആ ഒരു വോൾട്ടേജ് ലെവലിലാണ് ഇതിവിടെ നിൽക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിൻ്റെ വോൾട്ടേജ് ഞാൻ മാറ്റാൻ പോവാണ്. -8 നിന്ന് -7 മാറ്റാൻ പോവാണ്. ഇങ്ങനെ ഞാൻ വോൾട്ടേജ് സോഴ്സ് ഇപ്പോൾ -6.4 ആയി. ഓക്കെ, -6.24 -6 ആയി. അപ്പോൾ ഈ -6 ആകുമ്പോൾ എന്താ സംഭവിച്ചത്, ഈ നമ്മൾ ആദ്യം ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്, അതിന് പകരം ഇത് വോൾട്ടേജ് എന്ന് പറയുന്നത് പോസിറ്റീവ് പാർട്ടിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, -8 നിന്ന് -6 അടുത്തെത്തി. ഓക്കെ, ഞാൻ വീണ്ടും ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ, സോ അറൗണ്ട് 5.6. ഇപ്പോൾ നമുക്ക് 5 വോൾട്ടേജ് എത്തി, ഓൾമോസ്റ്റ് 4.96 വോൾട്ടേജ് അല്ലേ, പ്ലസ് 0.6 കൂടി വരും. അപ്പോൾ ഓക്കെ മൈനസ് വരും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ -5 എത്തിയിരിക്കുകയാണ്. ഇത് നോക്കുക, നമ്മൾ വോൾട്ടേജ് വീണ്ടും പോസിറ്റീവിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. -4 ആയി, -3 ആയി, -2 ആയി അല്ലേ. ഓക്കെ, ഈ ഇവിടുത്തെ വോൾട്ടേജ് സോഴ്സ്, ഇവിടുത്തെ വോൾട്ടേജ് ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ കഴിയാം. അപ്പോൾ വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ഔട്ട്പുട്ടിൽ എന്ത് മാറ്റങ്ങളാണ് വരുന്നത് നോക്കാം. -1.6, then ഓൾമോസ്റ്റ് 0 വോൾട്ടേജ്. 0 വോൾട്ടേജ് ആണെങ്കിൽ എന്താണ്, ഇത് ബയാസിംഗ് ഒന്നും ഇല്ലാത്തൊരു ക്ലിപ്പറായിട്ട് മാറി അല്ലെ, ബയാസിംഗ് ഇല്ലാത്ത ക്ലിപ്പറായി. ദാറ്റ് മീൻസ് അത് എങ്ങനെയായിരുന്നു, പോസിറ്റീവ് പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന ഒരു ക്ലിപ്പറായിരുന്നു അല്ലേ. നമ്മൾ ഇനിയും എന്താണ് പോസിറ്റീവിലേക്ക് ഇൻക്രീസ് ചെയ്യാണ്. സോ അറൗണ്ട് 1 വോൾട്ടേജ് ആയി. അപ്പോൾ പോസിറ്റീവ് 1 വോൾട്ടേജിലേക്ക് കട്ട് ചെയ്തു. 2 വോൾട്ടേജ്, 3 വോൾട്ടേജ്, 4 വോൾട്ടേജ്, 5 വോൾട്ടേജ്, 6 വോൾട്ടേജ്, then 8 വോൾട്ടേജ്. ഓക്കെ, 8 വോൾട്ടേജ് ആകുമ്പോൾ മുകളിലത്തെ പാർട്ട് മാത്രം കട്ട് ചെയ്യാം അല്ലേ, ഇവിടെ ഈ പാർട്ട് മാത്രം കട്ട്. അപ്പോൾ ഈ വോൾട്ടേജ് ലെവൽ നമ്മൾ മാറ്റുന്നതിനനുസരിച്ച് ഈ ഏതാണോ നമ്മൾ വോൾട്ടേജ് ലെവൽ വെക്കുന്നത് അതിന് മുകളിലുള്ള പാർട്ടുകൾ കട്ടായി പോകുന്നു അല്ലേ. ഇവിടെ ആണെങ്കിൽ മൈനസിലാണ്, മൈനസിന് മുകളിലുള്ളതൊക്കെ കട്ടായി പോകുന്നു.
ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു ഐഡിയ വേണ്ടത്. എന്താണ് നമ്മൾ ഈ വോൾട്ടേജ് സോഴ്സ് പോസിറ്റീവ് നെഗറ്റീവ് ആക്കുമ്പോൾ സിഗ്നലിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാവും. ഓക്കെ, -5 ഇപ്പൊ -8 ആണ്. -8 ആകുമ്പോൾ എന്താണ് ഇവിടെ -8, ബാക്കി ഇൻപുട്ട് തന്നെ ഔട്ട്പുട്ട് ഫോളോ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ വോൾട്ടേജ് മാറ്റുന്നതിനനുസരിച്ച് ഇവിടെ നമുക്ക് പോസിറ്റീവ് പാർട്ടിലേക്ക് പോകുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവാനുള്ള ഒരു ഐഡിയ. ഓക്കെ, കൺസെപ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. വോൾട്ടേജ് സോഴ്സിന്റെ പൊളാരിറ്റി മാറ്റുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇതിൽ നിന്നും മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്തൊരു സർക്യൂട്ടാണ്. സോ പേര് നമ്മൾ ഓൾറെഡി കൊടുത്തു, നെഗറ്റീവ് ക്ലിപ്പർ ക്ലിപ്പിംഗ് അറ്റ് -3 വോൾട്ട്. ഇപ്പം നമ്മൾ നെഗറ്റീവ് ക്ലിപ്പർ ആണെന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഇവിടെ നമ്മൾ ഡയോഡിന്റെ പൊളാരിറ്റി മാറിയിരിക്കുന്നത് കാണാം. നേരത്തെ നമ്മൾ വരച്ചത് പൊളാരിറ്റി നേരെ തിരിച്ചായിരുന്നു അല്ലെ. അപ്പൊ ഇതെന്തായിരിക്കും, നെഗറ്റീവ് ക്ലിപ്പർ ആയിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാണ്. സോ ഇതൊരു നെഗറ്റീവ് ക്ലിപ്പറാണ്. ഓക്കെ, സോ നെഗറ്റീവ് ക്ലിപ്പറിൽ നമ്മൾ ഡിസ്കഷൻ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക. സോ ഫസ്റ്റ് നമ്മൾ ഇൻപുട്ട് വേവ് ഫോം വരയ്ക്കുന്നു. ഓക്കെ, നെഗറ്റീവ് ക്ലിപ്പറാണ്. ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് -+ ആണ്. സോ -3 നമ്മൾ മാർക്ക് ചെയ്യുക. ഓക്കെ, -3 നെഗറ്റീവ് പാർട്ടാണ് കട്ടാകുന്നത്. സോ -3 വോൾട്ടേജിന് മുകളിലെ പാർട്ടുകളാണ് കട്ടായി പോകുന്നത്. സോ ഇത്രയും പാർട്ടുകളാണ് കട്ടാവുക അല്ലെ, ഈ പോർഷനാണ് കട്ടാവുക. നമുക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും, ഔട്ട്പുട്ട് വരച്ചാൽ എങ്ങനെ ഉണ്ടാവും, പോസിറ്റീവ് പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും അല്ലെ, നെഗറ്റീവ് പാർട്ടിലെ കട്ടായി പോകുന്നത്, പോസിറ്റീവ് പാർട്ട് കംപ്ലീറ്റ് ഉണ്ടാവും, നെഗറ്റീവിൽ ഇവിടുന്ന് കട്ടായി പോകും അല്ലെ. പോർഷൻ ഇങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, സോ ഔട്ട്പുട്ട് ഫൈനലി നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. പോസിറ്റീവ് പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും, നെഗറ്റീവ് പാർട്ട് -3 ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, സോ ഇതാണ് -3 വോൾട്ടേജ് എന്നുള്ളത് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ അഗെയിൻ പ്രാക്ടിക്കൽ കേസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് പോസിറ്റീവ്. സോ സീരീസ് ആയിട്ടാണ് വരിക, 3.6 വോൾട്ട് അല്ലെ, -3.6. അപ്പോൾ പ്രാക്ടിക്കൽ കേസ് ആണ് ഇവിടെ എന്ത് വരും, -3.6 വോൾട്ടേജ്. ഐഡിയലും പ്രാക്ടിക്കലും തമ്മിൽ അത്രയും വ്യത്യാസമുള്ളൂ, കാരണം ആ ഡ്രോപ്പ് കൺസിഡർ ചെയ്യാന്നുള്ളത് മാത്രമാണ്. ഇതാണല്ലോ അത്. ഓക്കെ, നെക്സ്റ്റ് നെഗറ്റീവ് ക്ലിപ്പർ ക്ലിപ്പിംഗ് അറ്റ് +3 വോൾട്ടേജ്. സിമ്പിൾ ആണ്, സെയിം നമ്മൾ നേരത്തെ സിമുലേഷനൊക്കെ കാണിച്ചതാണ്. അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. സോ അഗെയിൻ ഞാൻ ഇൻപുട്ട് വരയ്ക്കുന്നു. -3ക്ക് പകരം +3 വരയ്ക്കുക, +3. സോ ഇവിടുന്ന് ഡോട്ടഡ് ലൈൻ മാർക്ക് ചെയ്യുക. ഓക്കെ, സോ ദെൻ അതിനുശേഷം എന്താണ് നമുക്കറിയാം, നെഗറ്റീവ് ക്ലിപ്പറാണ്. സോ +3ക്ക് ശേഷമുള്ളതൊക്കെ കട്ടായി പോകും അല്ലെ, നെഗറ്റീവ് പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് കട്ടാവും, ഇത്രയും പോർഷൻസ് ആണ് കട്ടാവുക. സോ നമ്മൾ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഔട്ട്പുട്ട് വിൽ ബി നമ്മൾ നേരത്തെ വരച്ച അതേപോലെ തന്നെ, പക്ഷെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ നോക്കുക, പ്രാക്ടിക്കൽ കേസ് ആണെങ്കിൽ -++- ആണ്. സോ 2.4 വോൾട്ടേജിലാണ് കിട്ടുക. ഓക്കെ, +2.4. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ സ്ട്രക്ചറിലാണ് കിട്ടുക. ഓക്കെ, ക്ലിയർ, വളരെ എളുപ്പത്തിൽ വരക്കാം അല്ലേ. സോ ഇനി നമ്മൾ ട്രാൻസ്ഫർ കെയർ എങ്ങനെ വരക്കാം എന്നുള്ളത് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളിൽ വെച്ചിട്ട് ഇത് പോസിറ്റീവ് ക്ലിപ്പർ ആണ്, വിത്ത് +3 വോൾട്ട് ആണ്. ഫിഗർ എങ്ങനെ വരക്കാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. സോ ട്രാൻസ്ഫർ കെയർ വരയ്ക്കുന്ന സമയത്ത് വി ഇൻ വി ഔട്ട്. ഓക്കെ, വി ഇൻ ആൻഡ് വി ഔട്ട്. വി ഇൻ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് 10 വോൾട്ടേജ് വരെയാണ് ഇൻക്രീസ് ചെയ്യുക, +10 -10.
ഓക്കെ, സോ നമ്മുടെ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഐഡിയൽ കേസ് ആണ് കൺസിഡർ ചെയ്യുന്നുള്ളൂ, പ്രാക്ടിക്കൽ കേസ് വരയ്ക്കുന്നില്ല. ഐഡിയൽ കേസ് ആണെങ്കിൽ അപ് ടു 3 വരെ ഇൻപുട്ട് എന്താണോ അത് തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. നമുക്ക് ഈ പോർഷൻ അപ് ടു 3 വരെ ഇൻപുട്ട് എന്താണോ അത് തന്നെയാണ് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് അല്ലേ. ഇത്രയും പോർഷനിൽ നമുക്ക് അത് തന്നെയല്ലേ ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. സോ ഇത്രയും പോർഷനിൽ നമുക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ലീനിയർ റിലേഷൻ കാണിക്കാം അപ് ടു 3 വോൾട്ടേജ് വരെ, 3 വോൾട്ടേജ് വരെ. അതിനുശേഷം 3ക്ക് ശേഷം എന്താണ് 10 വോൾട്ടേജ് വരെ നമ്മുടെ ഇൻപുട്ടിന്റെ മാക്സിമം വോൾട്ടേജ് വരെ എന്താണ് ഇത് തന്നെയാണ് ഹോൾഡ് ചെയ്ത് വെക്കുക അല്ലേ. ഇത്രയും പോർഷനിൽ ഔട്ട്പുട്ട് എന്ത് തന്നെയായിരിക്കും 3 വോൾട്ട് തന്നെയായിരിക്കും. നെഗറ്റീവ് പാർട്ട് കംപ്ലീറ്റ് ഇൻപുട്ട് എന്താണോ അത് തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് അല്ലേ. സെയിം അല്ല, നമ്മൾ ഓവർലാപ്പ് ചെയ്തിട്ടല്ലേ കിട്ടുന്നത്. സോ നെഗറ്റീവ് പാർട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇൻപുട്ട് തന്നെ ഔട്ട്പുട്ടിൽ കിട്ടുന്നു അപ് ടു 10 വോൾട്ടേജ് വരെ. ഓക്കെ, ഇതാണ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ഇത് പ്രാക്ടിക്കൽ കേസ് ആണെങ്കിൽ എന്താ സംഭവിക്കുക, 3.6 വരെ കൺസിഡർ ചെയ്യേണ്ടി വരും. 3.6 വരെ ഇത്രയുള്ള വ്യത്യാസം. ഓക്കെ, സോ നെക്സ്റ്റ് നോക്കാം. അടുത്തത് എന്താണ്, ഇതിൽ നമ്മൾ സർക്യൂട്ട് ഒന്നും നോക്കുന്നില്ല, ഞാൻ വേവ് ഫോം വെച്ചിട്ടാണ് പറയുന്നത്. അപ് ടു -3 വോൾട്ടേജ് വരെ ഇവിടെ നോക്കുക, ഇൻപുട്ട് ഔട്ട്പുട്ട് അല്ലേ. ഇൻപുട്ടിന്റെ -3 വോൾട്ടേജ് വരെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് -3 ആണ് അല്ലേ. അതായത് ഇത്ര ആലോചിച്ചാൽ മതി, പോസിറ്റീവ് പാർട്ട് കംപ്ലീറ്റ് ആയിട്ട്, പോസിറ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇത്രയും പോർഷനിൽ ഔട്ട്പുട്ട് എന്താണ് -3 തന്നെയാണ് ഇല്ലേ. ഇത്രയും പോർഷനിൽ -3 അല്ലേ. സോ പോസിറ്റീവ് പാർട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് -3 ആണെങ്കിൽ, ഇത് -3 ആണെങ്കിൽ പോസിറ്റീവ് പാർട്ട് കംപ്ലീറ്റ് എന്താണ് -3. ഇവിടെയാണ് 10 വോൾട്ട് എങ്കിൽ അപ് ടു 10 വോൾട്ടേജ് വരെ എന്താണ് -3 വോൾട്ട് തന്നെ. ഇത് എവിടെ നിന്നാണ് ചേഞ്ച് ചെയ്യുന്നത്, ഇൻപുട്ട് തന്നെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത് എത്രയാണ്, എപ്പോഴാണ് -3ക്ക് ശേഷമാണ് അല്ലേ. അതായത് ഇൻപുട്ടിന്റെ -3 വോൾട്ടേജിന് ശേഷം. അപ്പൊ ഇത്രയും പോർഷനിൽ -3 തന്നെ, അതിനുശേഷം ഇൻപുട്ട് എന്താണോ അത് തന്നെ ഔട്ട്പുട്ടിൽ -10 വോൾട്ട് വരെ അല്ലേ. സോ ഇതാണ് നമ്മുടെ ട്രാൻസ്ഫർ ക്യാരക്ടർ. ഞാൻ ഒന്നുകൂടി മാറ്റി വരയ്ക്കാം. നമ്മൾ ഇതാണ് 10 വോൾട്ട് എങ്കിൽ -3 ടു 10 വോൾട്ട് -3 വോൾട്ട്, പിന്നെ അതിനുശേഷം ഇൻപുട്ട് എന്താണോ അത് തന്നെ ഔട്ട്പുട്ട് ഫോളോ ചെയ്യും. ഓക്കെ, ഇവിടെ -3, ഞാൻ ഐഡിയൽ കേസ് ആണ് വരയ്ക്കുന്നത്. 10 വോൾട്ടേജ് -10 വോൾട്ട്, ഇത് മൈനസ്. ഓക്കെ, ഇതാണ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് ക്ലിപ്പിംഗ് -3 വോൾട്ട്. ഓക്കെ, ഇതിലോ സിമ്പിൾ ആയിട്ട് വരക്കാം. ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോം മാത്രം നോക്കിയാൽ നമുക്ക് വരക്കാൻ പറ്റും, വേറെ ഒന്നും നോക്കണ്ട. ഇത് +3, ഇത് -3, സോറി +10 -10. ഓക്കെ, നോക്കുക, പോസിറ്റീവ് പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇൻപുട്ട് എന്താണോ അത് തന്നെ ഔട്ട്പുട്ടിൽ അല്ലേ. ഫോളോ ചെയ്യല്ലേ ചെയ്യുന്നത്, സോറി ഓവർലാപ്പ് ചെയ്യാനല്ലേ ചെയ്യുന്നത് അല്ലേ, വേവ് നോക്കുന്ന സമയത്ത്. അപ്പൊ ഇതെന്താണോ ഇൻപുട്ട് എന്താണോ അത് തന്നെയാണ് ഔട്ട്പുട്ട്. സോ ഇത്രയും പാർട്ടിലെ ഇൻപുട്ട് എന്താണോ അത് തന്നെ ഔട്ട്പുട്ടിൽ. ഓക്കെ, ഇനി നെഗറ്റീവ് പാർട്ട് നോക്കുക. നെഗറ്റീവ് പാർട്ടിൽ അപ് ടു -3 വോൾട്ട് വരെ ഇൻപുട്ട് എന്താണോ അത് തന്നെ ഔട്ട്പുട്ടിൽ. അപ് ടു -3, സപ്പോസ് ഇതാണ് -3 എന്ന് വിചാരിക്കുക. അപ് ടു -3 വരെ ഇൻപുട്ട് എന്താണോ അത് തന്നെ ഔട്ട്പുട്ട്. അതിനുശേഷം അപ് ടു 10 വോൾട്ട് വരെ -3 വോൾട്ട് തന്നെ ഹോൾഡ് ചെയ്ത് വരുന്നു. സോ ഇതാണ് നമ്മുടെ ട്രാൻസ്ഫർ ക്യാരക്ടർ. ഓക്കെ, -3 വോൾട്ടേജ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നെഗറ്റീവ് ക്ലിപ്പർ വിത്ത് പോസിറ്റീവ് 10 വോൾട്ടേജ്. അഗെയിൻ ഇവിടെ ഞാൻ +10 -10 നോക്കുക. അപ് ടു, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ അത് നെഗറ്റീവ് പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് എന്താണ് സെയിം ഇൻപുട്ട് തന്നെയാണ് ഔട്ട്പുട്ട്. സോറി ഓക്കെ, നോക്കാം നമുക്ക്. നെഗറ്റീവ് പാർട്ട്, അതായത് നെഗറ്റീവ് പാർട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് എന്താണ് +3 വോൾട്ട് ആണ്. അപ്പൊ ഇവിടുന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലേ, ഈ പാർട്ടിലൊക്കെ നമുക്ക് ഔട്ട്പുട്ട് എന്താണ് +3 വോൾട്ട് അല്ലേ, ഇവിടെയൊക്കെ +3 വോൾട്ട് ആണ്. സോ നമ്മുടെ നെഗറ്റീവ് പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് +3 വോൾട്ട്.
ഇത് +3 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും പോർഷനിൽ +3 ഇത് എവിടത്തോളം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻപുട്ടിന്റെ +3 വരെയാണ് നമുക്ക് +3 വോൾട്ട് കിട്ടുന്നത് അല്ല. അപ്പൊ ഇൻപുട്ട് വോൾട്ടേജ് +3, ഇവിടെയാണ് ഇൻപുട്ടിന്റെ +3 എന്ന് വയ്ക്കുക. അതുവരെ എന്താണ് +3 തന്നെയാണ്. അതിനുശേഷം ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം ആണ്. സോ 10 വോൾട്ട് വരെ ഈ രീതിയിൽ കിട്ടും. ഓക്കെ, ആണല്ലോ. ഓക്കെ, അപ്പൊ ഇതാണ് പോസിറ്റീവ് ക്ലിപ്പർ ആൻഡ് നെഗറ്റീവ് ക്ലിപ്പർ. അതിൽ പോസിറ്റീവ് ബയാസ്ഡ് ക്ലിപ്പറും നെഗറ്റീവ് ബയാസ്ഡ് ക്ലിപ്പറുമാണ് പഠിച്ചത്. പോസിറ്റീവിൻ്റെ പോസിറ്റീവ് വോൾട്ടേജ് ലെവലും പോസിറ്റീവ് ക്ലിപ്പറിൻ്റെ നെഗറ്റീവ് വോൾട്ടേജ് ലെവൽ, നെഗറ്റീവ് ക്ലിപ്പറിൻ്റെ പോസിറ്റീവ് വോൾട്ടേജ് ലെവൽ, നെഗറ്റീവ് ക്ലിപ്പറിൻ്റെ നെഗറ്റീവ് വോൾട്ടേജ് ലെവൽ. ഇത്രയാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, വളരെ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. നെക്സ്റ്റ് ഡബിൾ ക്ലിപ്പറാണ്. സോ ഡബിൾ ക്ലിപ്പർ അല്ലെങ്കിൽ കമ്പൈൻഡ് ക്ലിപ്പർ എന്നൊക്കെ പറയും. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വരക്കാം. ഇത് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇത് ഏത് ക്ലിപ്പറാണെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. സോ ബയാസിംഗ് ഒന്നും ഇല്ലെങ്കിൽ ഇത് പോസിറ്റീവ് ക്ലിപ്പറാണ്. ഇതിൽ ബയാസിംഗ് ഒന്നും ഇല്ലെങ്കിൽ ഇത് നെഗറ്റീവ് ക്ലിപ്പറാണ്. സോ നമ്മൾ നോക്കുക, ഇതെന്താണ് പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് +3 വോൾട്ടേജ് ആണ് നമ്മുടെ സർക്യൂട്ട് വരിക. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് വരിക പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് +3 വോൾട്ടേജ്. ഇങ്ങനെയാണ് വേവ് ഫോം വരിക അല്ലേ, +3 വോൾട്ടേജ്. ഫസ്റ്റ് സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വരിക. സെക്കൻഡ് എങ്ങനെയാണ് വരിക, ഇതിൻ്റെ ഈ പാർട്ടിൻ്റെ ഔട്ട്പുട്ട് എന്താണ് വരിക, ഇത് ഫസ്റ്റ് സെക്കൻഡ് ആണെങ്കിൽ സെക്കൻഡ് എന്താണ് നെഗറ്റീവ് ക്ലിപ്പർ വിത്ത് -3 വോൾട്ട് ആണ്. അപ്പം നമുക്ക് കിട്ടുക ഈ രീതിയിലാണ്, ഇത് -3 വോൾട്ടേജ് ഇല്ലേ സെക്കൻഡ് ഔട്ട്പുട്ട്. ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, പാരലലാണ് അല്ലേ. ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് പാർട്ട് ഇങ്ങനെ കിട്ടും, നെഗറ്റീവ് പാർട്ട് ഇങ്ങനെ കിട്ടും. ഓക്കെ, സോ ഇതാണ് കമ്പൈൻഡ് ക്ലിപ്പറിന്റെ ഔട്ട്പുട്ട് വേവ് ഫോം, +3 -3. സിമ്പിൾ അല്ലേ. ഓക്കെ, ഇതിൽ ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ +3 വോൾട്ടേജ് +3 വോൾട്ടേജ് രണ്ട് ഡയോഡുകളും റിവേഴ്സ് ബയസ് ആയിരിക്കും. എന്തുകൊണ്ടാ, ഇവിടെ പോസിറ്റീവ് 3 വോൾട്ട് ആണ് അല്ലേ. ഈ പോസിറ്റീവ് 3 വോൾട്ടേജിലാണ് ഇതിന്റെ കാഥോഡ് കൊടുത്തിരിക്കുന്നത്. സോ അപ് ടു 3 വോൾട്ട് വരെ ഇത് ഡയോഡ് റിവേഴ്സ് ബയസ് ആയിരിക്കും അല്ലേ. ഇവിടെ പോസിറ്റീവ് 3 വോൾട്ട് അല്ല, അപ്പൊ ഈ ഡയോഡ് എന്തായിരിക്കും റിവേഴ്സ് ബയസ് ആയിരിക്കും. സോ ഇത് റിവേഴ്സ് ബയസ് ആണ്. ഇവിടെ -3 വോൾട്ട് ആണ്. ഇവിടെ നമ്മൾ 0 വരുന്ന സമയത്ത് മോർ പോസിറ്റീവ് ആണോ, അല്ല, അതോടിലാണ് മോർ പോസിറ്റീവ് വരുന്നത്. സോ ഇതും റിവേഴ്സ് ബയസ് ആയിരിക്കും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, 3 വോൾട്ടേജ് വരെ രണ്ട് ഡയോഡുകളും റിവേഴ്സ് ബയസ് ആയിരിക്കും. രണ്ട് ഡയോഡുകളും റിവേഴ്സ് ബയസ് ആണെങ്കിൽ ഇത് രണ്ടും ഓപ്പൺ സർക്യൂട്ട് ആവും അല്ലേ. ഇതും ഓപ്പൺ സർക്യൂട്ട് ആവും, ഇതും ഓപ്പൺ സർക്യൂട്ട്. സോ ഇൻപുട്ട് എന്താണോ അത് തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ഇത്രയും പോർഷനിൽ ഇൻപുട്ട് എന്താണോ അത് തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ഇനി ഈ വോൾട്ടേജിന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ, ഇൻപുട്ട് +3 വോൾട്ടേജിനേക്കാൾ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ, ഇവിടെ +3 വോൾട്ടേജിന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഡയോഡ് ഫോർവേഡ് ബയസ് ആവും. ഈ ഡയോഡ് ഫോർവേഡ് ബയസ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എന്താണ് +3 വോൾട്ടേജ് ആണ്. അതാണിത്, ഇത്രയും പോർഷനിൽ നമുക്ക് കിട്ടുക +3 വോൾട്ടേജ് ആണ്. അതിനുശേഷം വോൾട്ടേജ് കുറയാണ് ചെയ്യുന്നത് അല്ലേ. +3 വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പോർഷനിൽ രണ്ടും ഡയോഡ് റിവേഴ്സ് ബയസ് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെ തന്നെ ഇത് റിവേഴ്സ് ബയസിൽ തന്നെ ആയിരിക്കും. സോ നമുക്ക് ഇൻപുട്ട് എന്താണോ അത് തന്നെ ഔട്ട്പുട്ടിൽ കിട്ടും. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നോക്കുക, ഇത് ഡിക്രീസ് ചെയ്ത് വരികയാണ്. ഈ നെഗറ്റീവ് വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ സപ്പോസ് -1 വോൾട്ടേജ് എത്തിയെന്ന് വരിക, ഇവിടെ -3 വോൾട്ടേജിലാണ് ബയസ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ -1 വോൾട്ടേജ് ആണെങ്കിൽ ഇതെന്തായിരിക്കും റിവേഴ്സ് ബയസിനായിരിക്കും. അപ്പോൾ ഈ അപ് ടു -3 വോൾട്ടേജ് വരെ ഈ സെക്ഷൻ എന്തായിരിക്കും, അപ് ടു -3 വോൾട്ടേജ് വരെ ഈ ഡയോഡ് റിവേഴ്സ് ബയസിനായിരിക്കും. സോ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് ഇൻപുട്ട് എന്താണോ അത് തന്നെ ഔട്ട്പുട്ടിൽ കിട്ടും. അതിനുശേഷം ഈ ഡയോഡ് ഫോർവേഡ് ബയസ് ആകുമ്പോൾ, ഇത് സപ്പോസ് D2 ആണെങ്കിൽ ഫോർവേഡ് ബയസ് ആണെങ്കിൽ എന്താ സംഭവിക്കുക, നമുക്ക് -3 വോൾട്ടേജ് കിട്ടും. ഓക്കെ, അഗെയിൻ നമ്മുടെ ഇൻപുട്ട് എന്താണോ അത് തന്നെ ഔട്ട്പുട്ടിൽ കിട്ടും. ഇത്രയും പോർഷൻ
സോ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വേവ് ഫോം. അപ്പം ഇത്രയും ആലോചിച്ചാൽ മതി. +3 മുതൽ -3 വോൾട്ടേജ് വരെ രണ്ട് ഡയോഡുകളും +3 മുതൽ -3 വോൾട്ടേജ് വരെ രണ്ട് ഡയോഡുകളും റിവേഴ്സ് ബയസ് ആണ്. ഓക്കെ, +3ക്ക് മുകളിൽ പോകുന്ന സമയത്ത് ഫസ്റ്റ് സെക്ഷൻ, അതായത് ഫസ്റ്റ് സെക്ഷൻ ഫോർവേഡ് ബയസ് ആവും. -3ക്ക് മുകളിൽ ഇൻപുട്ട് സിഗ്നൽ പോവുകയാണെങ്കിൽ സെക്കൻഡ് സെക്ഷൻ ഫോർവേഡ് ബയസ് ആവും. അത്രയും ആലോചിച്ചാൽ മതി. ഓക്കെ, +3 മുതൽ -3 വരെ ഈ രണ്ട് ഡയോഡുകളും റിവേഴ്സ് ബയസ് ആയിരിക്കും. സോ ഇൻപുട്ട് എന്താണോ അത് തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ഇനി ഇതിന്റെ ട്രാൻസ്ഫർ കെയർ വരയ്ക്കുമ്പോഴോ വളരെ എളുപ്പത്തിൽ വരക്കാം. ഇത് 10 വോൾട്ടേജ്, -10 വോൾട്ടേജ്, +3 വരെ ഇൻപുട്ട് എന്താണോ അത് തന്നെ ഔട്ട്പുട്ടില്. 3 ഹോൾഡ് ചെയ്യും, അല്ലെങ്കിൽ 3 കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടും. നെഗറ്റീവിലാണെങ്കിൽ അപ് ടു -3 വരെ അല്ലേ, -3 +3. ഇതാണ് ട്രാൻസ്ഫർ കെയർ. വളരെ എളുപ്പമാണ് അല്ലേ. ഓക്കെ, അതിൽ വലിയ ഡൗട്ട് വരാനൊന്നുമില്ല. നമ്മൾ കൺസെപ്റ്റുകൾ ക്ലിയർ ആണെങ്കിൽ ഈസി ആയിട്ട് അത് വരയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ സ്ലൈസർ. സോ സ്ലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണെങ്കിൽ ആ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ തന്നെ രണ്ട് വോൾട്ടേജ് ലെവലിൽ കട്ട് ചെയ്യുന്നു. അതിനാണ് നമ്മൾ സ്ലൈസർ എന്ന് പറയാം. ഒരു പോസിറ്റീവ്, ഇപ്പം നമ്മൾ ഒരു ഇൻപുട്ട് വേവ് ഫോം വരയ്ക്കുകയാണ് ഞാൻ. ഇതാണ് നമ്മൾ ഇൻപുട്ട് വേവ് ഫോം എങ്കിൽ ഇതിൻ്റെ ഈ ലെവലിലും ഈ ലെവലിലും, ഇപ്പോൾ സപ്പോസ് ഏതെങ്കിലും ഒരു വോൾട്ടേജ്, രണ്ട് ലെവലിൽ വോൾട്ടേജ് കട്ട് ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ സ്ലൈസർ എന്ന് പറയാം. ഒരേ പാർട്ടിൽ തന്നെ രണ്ട് വോൾട്ടേജ് ലെവലിൽ കട്ട് ചെയ്യുന്നു. അത് മേ ബി പോസിറ്റീവ് ഹാഫ് സൈക്കിളിലാവാം, അല്ലെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലാവാം. ഓക്കെ, ഇവിടെ നോക്കാം നമുക്ക് ഇതെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഇത് എന്താണ്, പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് +5 വോൾട്ടേജ് ആണ്. ഇതിന്റെ ഔട്ട്പുട്ട് എന്താണ് വരിക, പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് 5 വോൾട്ട്. ഞാൻ ഐഡിയൽ കേസാണ് എല്ലാം പറയുന്നത്. ഇവിടെ നമുക്ക് +5 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാം. പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് 5 വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ഇത് 1 എന്ന് പറഞ്ഞു, ഇതാണ് 1 എന്ന് വിചാരിക്കാം. സെക്കൻഡിന്റെ ഔട്ട്പുട്ട് മാത്രം, സെക്കൻഡ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഇത് നെഗറ്റീവ് ക്ലിപ്പർ ആണ് വിത്ത് +3 വോൾട്ടേജ്. സോ നെഗറ്റീവ് ക്ലിപ്പർ വിത്ത് +3 വോൾട്ടേജ്, ഇങ്ങനെയല്ലേ വരിക സെക്കൻഡിന്റെ ഔട്ട്പുട്ട് അല്ലേ, +3 വോൾട്ടേജ്. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റും സെക്കൻഡും കമ്പൈൻ ചെയ്യുന്ന സമയത്ത് സെക്കൻഡിലാണെങ്കിൽ ഈ +3ക്ക് ശേഷം ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഫസ്റ്റിലാണെങ്കിൽ +5ന് ശേഷം ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഇത് നമുക്ക് കമ്പൈൻ ചെയ്ത് വരക്കാം. ഇങ്ങനെയാണ് വരിക, ഇത് +3, ഇത് +5. ഓക്കെ, കാരണം ഈ +3 ഈ സെക്കൻഡ് പാർട്ടിൽ കാരണം ഇവിടുന്ന് ഇൻപുട്ടിന്റെ ഈ പോർഷൻസ് ഒക്കെ കട്ടാക്കി പോകും. ഓക്കെ, ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇതിനെയും കട്ട് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് പീക്കിനെ കട്ട് ചെയ്യും, +5 മുകളിൽ പോകുന്നതൊക്കെ കട്ട് ചെയ്യും. ദെൻ നെഗറ്റീവ് ക്ലിപ്പർ വിത്ത് +3 വോൾട്ട് ആണെങ്കിൽ നെഗറ്റീവ് പാർട്ട് കട്ട് ചെയ്തു പോകും. ഓക്കെ, നെഗറ്റീവ് പാർട്ട്, ഈ പാർട്ട് കട്ട് ചെയ്തു പോകും. രണ്ടും കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഇവിടെ വരച്ചിരിക്കുന്നത് ഐഡിയൽ കേസാണ്. സോ ഐഡിയൽ കേസ് ആകുന്ന സമയത്ത് പ്ലസ് മൈനസ് അല്ലേ, 0.6 + 5, 5.6. ഇവിടെയാണെങ്കിൽ മൈനസ് പ്ലസ് പ്ലസ് മൈനസ്, ഈ -0.6 എന്ന് പറഞ്ഞാൽ 2.4 വോൾട്ടേജ്, 3 - 0.6 വരും 2.4 വോൾട്ട്. അങ്ങനെയാണ് നമുക്ക് രണ്ട് വോൾട്ടേജ് ലെവല് ഈ 2.4ഉം 5.6ഉം കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പോസിറ്റീവ് ക്ലിപ്പർ ആണ്.
ഇതിന് ശേഷം കട്ട് ചെയ്യുന്നത് ആരാണ്? ഇതിന് ശേഷം കട്ട് ചെയ്യുന്നത് നെഗറ്റീവ് ക്ലിപ്പറാണ്. ഓക്കെ, ഇനി ഇതിന്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് നോക്കാം. എന്താ? വളരെ എളുപ്പത്തിൽ ട്രാൻസ്ഫർ ക്യാരക്ടർ നോക്കാം നമുക്ക്. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഒന്നും തന്നെ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, നമ്മൾ ഇതാണ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്നിരിക്കുക. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ വോൾട്ടേജ് എന്താണ്? 2.4. നെഗറ്റീവ് ക്ലിപ്പർ അല്ലേ? സോ 2.4 വോൾട്ടേജ്. ഓക്കെ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് എന്താണ്? 2.4 വോൾട്ടേജ്. ഇത് എവിടത്തോളം ഹോൾഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് എവിടത്തോളം വരും? ഈ 2.4 വോൾട്ടേജ് വരെ. 2.4 to 5.6 അല്ലെങ്കിൽ 2 മുതൽ നമ്മൾ ഐഡിയൽ കേസ് പറയുകയാണെങ്കിൽ 3 മുതൽ 5 വരെ ഇൻപുട്ട് എന്താണോ അത് തന്നെയാണ് ഔട്ട്പുട്ടിൽ കിട്ടുക അല്ലേ? ഇവിടുന്ന് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ ഇൻപുട്ട് എന്താണോ അത് തന്നെയാണ് ഔട്ട്പുട്ടിൽ കിട്ടുക. സോ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇൻപുട്ട് എന്താണോ അത് തന്നെ ഔട്ട്പുട്ടിൽ. അതിനുശേഷം എന്താണ്? 5.6ന് ശേഷം എന്താണ്? 5.6 തന്നെയാണ് ഔട്ട്പുട്ട് വരിക അല്ലേ? സെല്ലിന്റെ വോൾട്ടേജും ഈ വോൾട്ടേജ് സോഴ്സും ഡയോഡിന്റെ, അതാണ് എഫക്റ്റീവായിട്ട് 5.6 കിട്ടിയത്. ഓക്കെ, ലാസ്റ്റ് വൺ സ്ലൈസർ വിത്ത്, അല്ലെങ്കിൽ സ്ലൈസിങ് അറ്റ് -5 വോൾട്ടേജ് ആൻഡ് -3 വോൾട്ടേജ്. ഓക്കെ, സോ ഇത് നോക്കാം. ഇത് വേവ് ഫോം നമുക്ക് നോക്കാവുന്ന ഏതാണ്? പോസിറ്റീവ് ക്ലിപ്പറാണ് വിത്ത് -3 വോൾട്ടേജ്. പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് -3 വോൾട്ടേജ് അല്ലെ? പോസിറ്റീവ് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് അല്ലെ? പോസിറ്റീവ് പാർട്ട് കട്ടാകുന്ന സമയത്ത് ഇങ്ങനെയല്ലേ വരിക. ദെൻ സെക്കൻഡിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരിക? ഇത് ഫസ്റ്റ് ആണ്, ഇത് സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. സെക്കൻഡ് ആണെങ്കിൽ അഗെയിൻ നെഗറ്റീവ് ക്ലിപ്പറാണ്. നെഗറ്റീവ് ക്ലിപ്പറിൽ -5 വോൾട്ടേജ്. അപ്പോൾ നെഗറ്റീവ് ക്ലിപ്പർ ആകുന്ന സമയത്ത് -5 വോൾട്ടേജിൽ കട്ട് ചെയ്തത് -5 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാം. നെഗറ്റീവ് ക്ലിപ്പറാണ് അല്ലേ? സോ ഇങ്ങനെയാണ് കിട്ടുക അല്ലെ? നെഗറ്റീവ് ക്ലിപ്പർ വിത്ത് -5 വോൾട്ടേജ്. ഇത് സെക്കൻഡ്, ഇത് ഫസ്റ്റ്. ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് ക്ലിപ്പർ കാരണം ഇത്രയും പാർട്ട് കട്ടാക്കി പോകും. ഇത് എത്രയാണ് വോൾട്ടേജ് വരിക? 3 വോൾട്ടേജ്. ഞാൻ ഐഡിയലാണ് പറയുന്നത്. സോ ഈ 3 വോൾട്ടേജ് വരെ ഉള്ളതൊക്കെ ഈ സർക്യൂട്ട് കട്ട് ചെയ്യും. പിന്നെ എന്താണ് കിട്ടുക? ഈ പോർഷൻസ് മാത്രമാണ് ഔട്ട്പുട്ടിൽ കിട്ടുക. ഓക്കെ, അതാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഇതാണ് നമ്മൾ ഔട്ട്പുട്ട്. ഇൻപുട്ട് ഒന്ന് വരച്ചു നോക്കുക. ഇതിന്റെ നമ്മൾ ഓവർലാപ്പ് ചെയ്തിട്ട് വരച്ചു നോക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പാർട്ട് കട്ട് ചെയ്യുന്ന ആരാണ്? ഇത് കട്ട് ചെയ്യുന്നത് പോസിറ്റീവ് ക്ലിപ്പർ അല്ലെ? പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് -3 വോൾട്ടേജ് എന്ന് പറഞ്ഞ സർക്യൂട്ടാണ്. ഓക്കെ, പോസിറ്റീവ് ക്ലിപ്പറാണ് ഇത് കട്ട് ചെയ്യുന്നത്. ഇതേതാണ് കട്ട് ചെയ്യുക? നെഗറ്റീവ് ക്ലിപ്പർ. ഓക്കെ, സോ പോസിറ്റീവ് ക്ലിപ്പർ ഇത്രയും പോർഷൻ കട്ട് ചെയ്യും, നെഗറ്റീവ് ക്ലിപ്പർ ഇത്രയും പോർഷൻ കട്ട് ചെയ്യും. സോ നമുക്ക് ഇങ്ങനെയാണ് ഔട്ട്പുട്ട് കിട്ടുക. വേവ് ഫോമിന് ശേഷം നമ്മൾ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഇതിലെ വേവ് ഫോം ഒന്ന് ജസ്റ്റ് നോക്കുക. ഇൻപുട്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് -2.4 വോൾട്ടേജ്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഇൻപുട്ടിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. സോ ഈ ഇൻപുട്ടിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് -2.4. അത് കണ്ടിന്യൂ ചെയ്യുക എത്ര വരെ? -2.4 വരെ. -2.4 to 5.6 ഇൻപുട്ട് എന്താണോ അത് തന്നെ ഔട്ട്പുട്ട് ഫോളോ ചെയ്യും. അതിനുശേഷം 5.6 ഹോൾഡ് ചെയ്യും. ഓക്കെ, 5.6 അവിടെ നിൽക്കും. കാരണം എന്താണ്? ഈ വോൾട്ടേജ് സോഴ്സ് കാരണം. അപ്പൊ ഇതാണ് ഇതിന്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ ഇത് വെച്ചിട്ട്, ഈ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുക, എങ്ങനെയാണ് നമ്മുടെ വേവ് ഫോം വരയ്ക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഏത് ക്ലിപ്പറാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു, പോസിറ്റീവ് പാർട്ടാണോ കട്ട് ചെയ്യുന്നത്, നെഗറ്റീവ് പാർട്ടാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ അതിനുശേഷം വോൾട്ടേജ് ലെവൽ മാർക്ക് ചെയ്യുന്നു. ആ വോൾട്ടേജ് ലെവലിന് മുകളിലുള്ളത് ആണോ അതിന്
താഴെയുള്ളതാണോ കട്ട് ചെയ്യുന്നത് നോക്കുന്നു. ദെൻ അതിനുശേഷം നമ്മൾ ഫിഗർ ഒന്ന് നോക്കൂ, ഇൻപുട്ട് വരച്ചു നോക്കുക. ദെൻ അതിൽ നിന്ന് നമുക്ക് വേവ് ഫോം വരയ്ക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, താങ്ക് യു.